ഓക്കെ. അപ്പോൾ റിലയബിലിറ്റി എന്താണെന്ന് അറിയണം. എന്ന് വെച്ചാൽ റിലയബിലിറ്റിയുടെ ഡെഫിനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി ഈസ് എ പ്രോബബിലിറ്റി. അതാണ് ആദ്യത്തെ കീവേഡ് വരുന്നത്. പ്രോബബിലിറ്റി ദാറ്റ് എ പ്രോഡക്റ്റ് ഓർ ആൻ ഒബ്ജക്റ്റ് വിൽ പെർഫോം ഇറ്റ്സ് ഇൻറ്റൻറ്റഡ് ഫങ്ഷൻ. അതാണ് രണ്ടാമത്തെ കീവേഡ് വരുന്നത്. ഇൻറ്റൻറ്റഡ് ഫങ്ഷൻ വിൽ പെർഫോം ഇറ്റ്സ് ഇൻറ്റൻറ്റഡ് ഫങ്ഷൻ അഡിക്വേറ്റ്ലി ഫോർ എ ഗിവൺ പീരീഡ്. അതാണ് മൂന്നാമത്തെ കീവേഡ്. ഇതിൽ മൊത്തം 4 കീവേഡ്സ് ഉണ്ട്. ഈ 4 കീവേഡ്സും ഡെഫിനേഷനിൽ ഉണ്ടായിരിക്കണം. ഓവർ എ ഗിവൺ പീരീഡ് അണ്ടർ ഗിവൺ കണ്ടീഷൻസ്, അല്ലെങ്കിൽ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റ് ഒരു ഗിവൺ പീരീഡ്, ഇത് ചിലപ്പോൾ 3 മാസമായിരിക്കും. 3 മാസത്തേക്ക് അതിൻ്റെ ഫങ്ഷൻ നന്നായിട്ട് പെർഫോം ചെയ്യണം. ഉദാഹരണത്തിന് ഒരു ഫാനിൻ്റെ കാര്യം എടുത്താൽ അത് കറങ്ങുന്നതാണ് അതിൻ്റെ ഫങ്ഷൻ. അത് അഡിക്വേറ്റ്ലി തന്നെ പെർഫോം ചെയ്യാൻ വേണം. എന്ന് പറഞ്ഞാൽ സ്പീഡിൽ കറങ്ങണം. പതുക്കെ കറങ്ങിയിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ 3 മാസം നന്നായിട്ട് കറങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞ് അടിച്ചു പോയാൽ 3 മാസം വരെ അതിന് നന്നായിട്ട് റിലയബിലിറ്റി ഉണ്ട്. അതായത് 3 മാസത്തേക്കുള്ള റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 3 മാസമെങ്കിലും ഇത് വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. റിലയബിലിറ്റി ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് an object will perform its intended functions adequately for a given period of time under standard conditions. അതുപോലെ റിലയബിലിറ്റിക്ക് പുറമെ വേറൊരു വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയും റിലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ക്വാളിറ്റി എന്താണ്, റിലയബിലിറ്റി എന്താണ്? അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ക്വാളിറ്റിയുടെ ഒരു സബ്സെറ്റായിട്ടാണ് നമ്മളെപ്പോഴും റിലയബിലിറ്റി പറയുന്നത്. അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ അതിന് പുറമെ നമുക്കിങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ക്വാളിറ്റിയുടെ റിലയബിലിറ്റിയുടെ ഡെഫിനേഷൻ എഴുതാൻ പറ്റും. റിലയബിലിറ്റിയുടെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു. ക്വാളിറ്റിയുടെ ഡെഫിനേഷൻ, ക്വാളിറ്റി കുറേ ഡെഫിനേഷൻസ് ഉണ്ടല്ലോ. നമുക്ക് ക്വാളിറ്റിയിൽ 3-4 ഡെഫിനേഷൻ പഠിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ഫിറ്റായിട്ടുള്ള ഡെഫിനേഷൻ എളുപ്പമുള്ളത് ഫിറ്റ്നസ് ഫോർ യൂസ്. നമുക്കൊരു ഒബ്ജക്റ്റ് എത്രത്തോളം നമുക്ക് ആപ്റ്റാണ്, ഉപയോഗിക്കാൻ ആപ്റ്റാണ്, അതാണ് ക്വാളിറ്റിയുടെ ആദ്യത്തെ ഡെഫിനേഷൻ. അപ്പോൾ അത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡിഫറൻസ് എന്താണ് വരുന്നതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി നമുക്ക് ഈ കൺസ്യൂമബിൾ മെറ്റീരിയൽസിന് എപ്പോഴും ക്വാളിറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ, റിലയബിലിറ്റി പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഫുഡ് അല്ലെങ്കിൽ പെട്രോൾ, ഫ്യൂവൽ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് എപ്പോഴും ക്വാളിറ്റി വരുള്ളൂ. ഉദാഹരണത്തിന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ആപ്പിളിന് ഇത്ര റിലയബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. കാര്യം നമുക്കറിയാം ആപ്പിൾ ഒരാഴ്ച ഇരിക്കും, അത് കഴിഞ്ഞാൽ ചീത്തയാവും. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു നോളജാണ്. അപ്പോൾ നമ്മളൊരിക്കലും ഒരു കൺസ്യൂമബിൾ പ്രോഡക്റ്റ് ഒരു റിലയബിലിറ്റിയുടെ ടേംസിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യില്ല. കൺസ്യൂമബിൾ പ്രോഡക്റ്റ്സിന് റിലയബിലിറ്റി ഇല്ല, ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ് വരുന്നത്. മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി എപ്പോഴും മാനുഫാക്ചറിങ്ങിനും റിലയബിലിറ്റി ഡിസൈനിങ്ങുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പം റിലയബിലിറ്റി കൂട്ടണമെങ്കിൽ നമ്മൾ ഡിസൈനിങ് ബെറ്റർ ഡിസൈൻ ആക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ക്വാളിറ്റി ബെറ്റർ ആക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത് മാനുഫാക്ചറിങ് ബെറ്റർ ആക്കണമെന്ന്. അതാണ് മൂന്നാമത്തെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഡെഫിനിഷൻ, രണ്ടാമത്തെ കൺസ്യൂമബിൾസിൻ്റെ വ്യത്യാസം, പിന്നെ ഡിസൈൻ അല്ലെങ്കിൽ മാനുഫാക്ചർ. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു പുവർ ക്വാളിറ്റി കോമ്പണൻസ് വെച്ച് ഒരു നല്ല ക്വാളിറ്റി സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു സിസ്റ്റത്തിൽ കുറേ കോമ്പണൻസ് കാണും. അതെല്ലാം പുവർ ക്വാളിറ്റി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും പുവർ ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ സിസ്റ്റം നല്ലതാക്കാൻ പറ്റില്ല. കാര്യം അതിൻ്റേതായ ദോഷങ്ങളാണ്. പക്ഷേ റിലയബിലിറ്റി അങ്ങനെയല്ല. അൺറിലയബിൾ ആയിട്ടുള്ള കുറേ കോമ്പണൻസ് വെച്ച് നമുക്കൊരു റിലയബിൾ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പറ്റും. അതാണ് നാലാമത്തെ വ്യത്യാസം വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ അൺറിലയബിൾ ആയിട്ടുള്ള കോമ്പണൻസ് ആണെങ്കിൽ ഇങ്ങനെ കുറേ കോമ്പണൻസ് നമുക്ക് ഈ പാരലലിൽ കൊടുക്കാൻ പറ്റുമ്പോൾ കുറേ നമുക്ക് റിഡൻഡൻസി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ സിസ്റ്റത്തിൻ്റെ ഓവറോൾ റിലയബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇത് നാലുമാണ് ക്വാളിറ്റിയും റിലയബിലിറ്റിയും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം വരുന്നത്.